സാർ, ഇന്നലെ ABC-യിൽ വാർത്ത ചെയ്തിരുന്നു സമാധിയുമായി ബന്ധപ്പെട്ട്. സമാധി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ നെയ്യാറ്റിൻകരയിൽ ആറാലുംമൂട് എന്ന സ്ഥലത്ത് നടന്നത് അത് നമുക്ക് എന്തൊക്കെയോ ദുരൂഹതകൾ ആ കുടുംബം പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? കുടുംബം പറഞ്ഞപ്പോൾ തോന്നിയ ദുരൂഹത എന്താണ്? ആത്മാവ് പോകുന്നത് ആ മരിച്ച ആളുടെ ഗോപൻ സ്വാമി എന്ന് പറയുന്ന ആളുടെ ഭാര്യ കണ്ടു എന്നാണ് പറയുന്നത്. എനിക്കറിയില്ല ഈ ആത്മാവ് പോകുന്നതൊക്കെ കൈലാസത്തിലെത്തി ശിവന്റെ അടുത്ത് എത്തിയത് അവർ കണ്ടു എന്നൊക്കെയാണ് അവർ പറയുന്നത്. മാത്രമല്ല ഇദ്ദേഹം 2 വർഷത്തോളം കിടപ്പിലാണെന്ന് നാട്ടുകാർ പറയുന്നു. പിന്നെ ഈ സമാധി ആകുന്നതിന് മുമ്പ് BP-യുടെയും പ്രഷറിൻ്റെയും ഗുളിക കഴിച്ചിട്ടാണ് പോയതെന്നും സമാധി ആകാൻ പോകുന്ന ആൾ അങ്ങനെയൊക്കെ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയുണ്ടോ? നമ്മുടെ വലിയ വലിയ ആചാര്യന്മാർ ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹത്തിന് ചികിത്സ വേണ്ടി വന്നിട്ടുണ്ട്. എറണാകുളത്ത് ജനറൽ ആശുപത്രിയിൽ ഗുരുദേവനെ ചികിത്സിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് വേദന സഹിക്കാതെ ശ്രീനാരായണ ഗുരുദേവൻ നിലവിളിച്ചതിനെക്കുറിച്ച് അന്ന് അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആചാര്യന്മാർക്ക് അസുഖം ഉണ്ടാവും. ഭഗവാൻ ശ്രീകൃഷ്ണൻ എങ്ങനെയൊക്കെ മരിച്ചത്? ഒരു വേടൻ്റെ അമ്പ് കൊണ്ടാണ്. ശ്രീരാമചന്ദ്രൻ എങ്ങനെയാണ് ജീവിതം അവസാനിപ്പിച്ചത്? സരയൂ നദിയിലേക്ക് ഇറങ്ങിയിട്ടാണ്. അദ്ദേഹത്തിനും ഈ മനുഷ്യാവതാരം എടുത്ത എല്ലാവർക്കും യേശുദേവൻ എങ്ങനെയാണ് കുരിശിൽ തറയ്ക്കപ്പെട്ടാണ് അല്ലേ? അപ്പോൾ മനുഷ്യരായി അവതാരമെടുത്ത എല്ലാവർക്കും മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ ജീവിത ഘട്ടങ്ങളിലൂടെയും കടന്നു പോകണം. അതാണ് മനുഷ്യാവതാരത്തിൻ്റെ ഒരു പരിമിതി അല്ലെങ്കിൽ ലിമിറ്റേഷൻ. ദൈവമാവട്ടെ ആരാവട്ടെ മനുഷ്യനായി പറഞ്ഞാൽ മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ ദുഃഖങ്ങളും സങ്കടങ്ങളും മനോവ്യാപാരങ്ങളും അയാൾ അനുഭവിച്ചേ തീരൂ. അത് നമ്മുടെ മുന്നിൽ ചരിത്രത്തിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആചാര്യന്മാരായതുകൊണ്ട് അവർക്ക് വേദന ഉണ്ടായിക്കൂടാ, അസുഖം വന്നുകൂടാ, ചികിത്സിച്ചുകൂടാ എന്നൊന്നും പറയാൻ പറ്റില്ല. വേണമെങ്കിൽ ചോദിക്കാം, വലിയ ആചാര്യനാണെങ്കിൽ എന്നാൽ പിന്നെ ഒരു മന്ത്രം ചൊല്ലിയിട്ട് ഇങ്ങ് മാറ്റിക്കൂടെ? അങ്ങനെയല്ല. ഭൂമിയിൽ അവതാരമെടുത്താൽ ഭൂമിയിലെ മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളും കടന്നു പോകണം എന്നുള്ളൊരു നിയോഗമാണ് മനുഷ്യ ജീവിതം അല്ലെങ്കിൽ മനുഷ്യാവതാരം എന്ന് പറയുന്നത്. അത് ഞാൻ ജനറലി പറഞ്ഞതാണ്. ഇവിടെ ഈ സമാധിയിൽ ജീവൻ വേർപെട്ട് പോയത് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മൾ ആരാധിക്കുന്ന കൊണ്ടു നടക്കുന്ന വലിയ വലിയ മഹാത്മാക്കളുടെ ഒക്കെ വേർപാടിൻ്റെ സമയത്ത് ഇങ്ങനൊരു പ്രകാശം ശരീരത്തിൽ നിന്ന് പോയതായി കണ്ടിട്ടുണ്ട് എന്നും പറഞ്ഞവരുണ്ട്. അതൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സാമാന്യ യുക്തിക്കും കാഴ്ചയ്ക്കും അല്ലെങ്കിൽ ശാസ്ത്രത്തിനും പിടികിട്ടാത്തതായ ചില വസ്തുതകൾ ലോകത്തുണ്ട് എന്നുള്ള വസ്തുതയാണ്. ഇതൊക്കെ ജനറലി ഞാൻ പറയുകയാണ്. ഇനിയിപ്പം ധന്യ ചോദിച്ച കൊട്ടാരക്കരയിലെ സംഭവത്തിലേക്ക് വരാം. ഒരാൾ അസുഖബാധിതനായിരുന്നു, അയാൾ സമാധിയായി എന്ന് അയാളുടെ കുടുംബം പറയുന്നു. അപ്പോൾ ഒരു മനുഷ്യന് ഒരു അവകാശമുണ്ട്, മൃതദേഹങ്ങൾക്കും അവകാശമുണ്ട്. മൃതദേഹങ്ങളോട് പരമാവധി മാന്യത പാലിക്കണം എന്നതുകൊണ്ടാണ് മൃതദേഹങ്ങളെ കാണുമ്പോൾ പോലീസ് ഓഫീസർമാർ ക്യാപ്പ് തൊപ്പി ഊരി വെക്കാറുണ്ട്. ഇതൊക്കെ മൃതദേഹങ്ങളോട് കൊടുക്കുന്ന ഒരു പരിഗണന, അവരുടെ റൈറ്റ്സാണ്, അവകാശങ്ങളാണ്. അപ്പോൾ ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമല്ല മരിച്ചവർക്കും അവകാശമുണ്ട്. ഇനി നെയ്യാറ്റിൻകരയിലെ കേസിൽ ഈ മനുഷ്യൻ സ്വമേധയാ സമാധിസ്ഥനായതാണ് എന്നിരിക്കട്ടെ. നമ്മുടെ രാജ്യത്ത് സമാധി എന്ന് പറയുന്ന ജീവത്യാഗം സ്വീകരിക്കാൻ ഒരാൾക്ക് അവകാശമുണ്ടോ ഇല്ലയോ എന്നതാണ് പ്രശ്നം. നമ്മുടെ ഭാരതീയ സംസ്കാരവും പാരമ്പര്യവും അനുസരിച്ച് അങ്ങനെ ആളുകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മളിവിടെ പറയുന്നത് കൊട്ടാരക്കരയിലെ കേസ് അയാൾ സമാധിയായതാണോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. വീട്ടുകാർ പറയുന്നത് സമാധിയായതാണ്. അതിനകത്ത് പൊരുത്തക്കേടുണ്ട്, കണ്ടുപിടിക്കണം. അയാൾ കൊല്ലപ്പെട്ടതാണെങ്കിൽ ആ കൊലപാതകത്തിന് ഉത്തരവാദികളായ ആളുകളെ ശിക്ഷിക്കണം. ഇതാണ് ABC-യിലൂടെ TGയും ഞാനും കൂടെ ഇന്നലെ സംസാരിച്ച വീഡിയോയുടെ കണ്ടൻറ്റ്. അത് സംബന്ധിച്ചു അതിൻ്റെ താഴെ 1 ലക്ഷത്തോളം ആളുകൾ ഇന്നലെ തന്നെ ആ വീഡിയോ കണ്ടു. അതിൻ്റെ താഴെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും വന്നിട്ടുണ്ട്. നമ്മളവിടെ പറഞ്ഞത് ഒരു നടപടിക്രമങ്ങളിലൊരു വീഴ്ചയുണ്ടായി. ഒരാൾ സമാധിയായി എന്ന് വീട്ടുകാർ പറയുന്നു. ആ പ്രാഥമികമായും ആ മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് മരണത്തെക്കുറിച്ച് അറിയാനുള്ള ഒന്നാമത്തെ അവകാശം ആർക്കാണ്? കുടുംബത്തിനാണ്, ഭാര്യയ്ക്ക്, മക്കൾക്കാണ്. അവർ പറയുന്നു എൻ്റെ ഭർത്താവ്, എൻ്റെ അച്ഛൻ്റെ ഇച്ഛയനുസരിച്ച് സമാധിയായി. ഞങ്ങൾ കർപ്പൂരത്തിൽ ഭസ്മത്തിൽ ഒരാൾ സമാധി ഇരിക്കുമ്പോൾ വേണ്ടുന്ന ആ തരത്തിൽ ആചാരപരമായ രീതിയിൽ അദ്ദേഹത്തെ സംസ്കരിച്ചു, സമാധിസ്ഥനാക്കി. ഓക്കെ, അതവരുടെ പ്രശ്നം. അയൽക്കാർക്കൊരു പരാതിയുണ്ട്. അയൽക്കാർ പരാതിപ്പെടുന്നു, പോലീസ് അന്വേഷിക്കണം, അതിനകത്ത് വസ്തുതയുണ്ടോ എന്ന് ചോദിക്കണം. എന്നിട്ട് സംശയാസ്പദമായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. വേണ്ടി വന്നാൽ അത് പൊളിക്കണം, ആ ബോഡി എടുത്ത് റീപോസ്റ്റ്മോർട്ടം ചെയ്യണം എന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. പക്ഷേ ഇന്നലെ അവിടെ അതൊന്നും നടന്നില്ല. ആരോ ചെന്ന് പറഞ്ഞു, ഉടനെ കളക്ടർ ഉത്തരവിട്ട് പൊളിക്കടാ. പോലീസ് വന്നു,
അവരെ ബലം പ്രയോഗിച്ച് പിടിച്ചു മാറ്റുന്നു. ആ അമ്മ, അയാളുടെ ഭാര്യ, ആ കല്ലറയുടെ മുന്നിൽ ശിവ, എൻ്റെ ശിവ, എൻ്റെ ശിവ എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ശിവനെ വിളിച്ച് നിലവിളിക്കുകയാണ്. അത് കണ്ടതല്ലേ നമ്മളെല്ലാം? അത് കണ്ടപ്പോൾ അതിൽ നിന്ന് ഉണ്ടായ ഒരു ആത്മരോഷം കൊണ്ടാണ് നമ്മൾ ആ വീഡിയോ ചെയ്തത്. നമ്മളതിൽ പറഞ്ഞത്, ഒരു പരാതി കിട്ടിയാൽ ഉടൻ കല്ലറ പൊളിക്കലാണ് നടപടിയെങ്കിൽ ഈ നാട്ടിലെ എല്ലാ കല്ലറകളും പൊളിക്കേണ്ടി വരും. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മരണത്തെ സംബന്ധിച്ച് ആ വീട്ടിലുള്ളവർക്ക് തന്നെ വ്യത്യസ്ത അഭിപ്രായം വരും. ഒരാൾ മരണാസന്നനായി കിടക്കുകയാണ്, അയാൾ മരിച്ചു. ഒരാളുടെ ചോദിക്കുന്നത് എത്ര മണിക്ക് മരിച്ചു? അത് രാവിലെ ഒരു 10 മരിച്ചു. ഉടനെ മറ്റൊരാളുടെ ചോദിക്കുമ്പോൾ ഒരു 10:15 കാണും. അപ്പോൾ 5 മിനിറ്റ് വ്യത്യാസം വന്നേ. വേറെ മൂന്നാമത്തെ ഒരാൾ, ആ വീട്ടിൽ തന്നെയുള്ള ആൾ പറയുന്നു, മരണസമയത്ത് ഉണ്ടായ ആൾ പറയും 9:45, 10 എന്ന് പറയും. ഇതൊന്നും ആളുകൾ അപ്പോൾ സമയം നോക്കി കുറിച്ചെടുക്കുന്നതല്ല. ഇതൊക്കെ സംഭവിച്ചു പോകുന്ന ചില സ്ഖലിതങ്ങളാണ് അല്ലേ? അപ്പം ഒരു മരണം, സ്വാഭാവിക മരണം നമ്മുടെയൊക്കെ വീട്ടിലുണ്ടായാലും ആ വീട്ടിലെ 5 പേരോട് ചോദിച്ചാൽ ഈ കോൺട്രഡിക്ടറി ആയിട്ട് ചില കാര്യങ്ങൾ വരും. അതൊരു സംശയത്തിൻ്റെ സ്കോപ്പല്ല. അപ്പോൾ ഇവിടെ പരാതി ഉണ്ടായെങ്കിൽ പരാതി കൊടുക്കുന്ന ആളുകളുടെ ഒരു ജെനുവിറ്റി നോക്കണം. അതായത് ഈ വീട്ടുകാരുമായി നിരന്തരം ശത്രുതയിലുള്ളൊരു കുടുംബം, അവരാണ് പരാതിക്കാരെന്ന് പറയപ്പെടുന്നു. അപ്പോൾ അവരുടെ പരാതി, ഈ മരണം, ഒരാൾ പെട്ടെന്ന് മരിക്കുന്നു, മരണത്തിൽ സംശയമുണ്ട്, അയാൾ അപ്പം ഇവനിട്ടൊരു പണി കൊടുത്തേക്കാം എന്ന് തീരുമാനിച്ചു പരാതി കൊടുത്തതാണോ എന്ന് അന്വേഷിക്കട്ടെ, വേണം. പിന്നീട് ഈ പറയുന്ന പോലെ മരണം സ്വാഭാവികമാണോ അല്ലയോ എന്നറിയണം. അതിനു വേണ്ടിയിട്ട് ഒന്നാമത് ചെയ്യേണ്ടിയിരുന്നത് അതിനുള്ള എടുത്ത് ചാടി കല്ലറ പൊളിക്കലല്ല, ഒരു പ്രാഥമിക അന്വേഷണം നടന്നിട്ടില്ല. ഇനി ഒരു കല്ലറ അവർ ഇതിനകത്തൊരു വിശ്വാസത്തിൻ്റെ ഒരു എലമെൻറ്റും കൂടി ഉണ്ടല്ലോ. അവരത് വിശ്വാസത്തോടെ കാണുന്നു. അവരൊരു പൂജാരി കുടുംബമാണ്, അവർക്കൊരു കുടുംബക്ഷേത്രമുണ്ട്. ആ കുടുംബക്ഷേത്രത്തെക്കുറിച്ച് പോലും കേൾക്കുന്നത് കുടുംബക്ഷേത്രമായിരുന്നത് നാട്ടുകാർ കയ്യേറി, നാട്ടുകാരൊരു ട്രസ്റ്റ് ഉണ്ടാക്കി, നാട്ടുകാരുടെ ഒരു ട്രസ്റ്റാണ് ഇപ്പോൾ ക്ഷേത്രം നടത്തുന്നത്. അതിൻ്റെ പേരിൽ വീട്ടുകാരുമായിട്ട് തർക്കമുണ്ട്. അപ്പോൾ അങ്ങനെ പല പ്രശ്നങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ ഇതിനകത്ത് പരാതി കിട്ടി കഴിഞ്ഞ് അന്വേഷിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഒരു പ്രാഥമികമായ അന്വേഷണം അവിടെ നടന്നിട്ടില്ല. രണ്ടാമത് കളക്ടർ എടുപിടിയെന്ന് അത് പൊളിക്കുകയോ റീപോസ്റ്റ്മോർട്ടം ചെയ്യുമെന്ന് പറഞ്ഞു. അടക്കം ചെയ്ത ഒരാളുടെ മൃതദേഹം പുറത്തെടുത്ത് പരിശോധിക്കുമ്പോൾ ആ കുടുംബത്തിനുണ്ടാകുന്ന ഒരു ട്രോമ വളരെ പ്രധാനമാണ്. നമ്മളത് ചിന്തിച്ച് നോക്കണം. ആ ഷൂവിൽ അല്ലെങ്കിൽ അവരുടെ അവസ്ഥയിൽ നമ്മൾ നിന്നിട്ട് വേണം ആലോചിക്കാൻ. ഇത്തരം ഒരവസ്ഥയിൽ ആ ഫാമിലിക്കുണ്ടാകുന്ന ഒരു മെൻ്റൽ പെയിനുണ്ട്, മാനസിക വ്യത, അത് നമ്മൾ കാണാതിരിക്കാൻ പാടില്ല. അതാണ് ഒരു എലമെൻറ്റ്. അപ്പോൾ നോക്കൂ, നമ്മൾ ആ വീഡിയോ ചെയ്ത് 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കളക്ടർ നടപടികൾ നിർത്തിവെച്ചു എന്ന് മാത്രമല്ല അവർക്ക് നോട്ടീസ് കൊടുത്തു. അപ്പോൾ അതിൽ നിന്ന് എന്താ വ്യക്തമായത്? നോട്ടീസ് പോലും കൊടുക്കാതെ, നേരത്തെ പറഞ്ഞു അതിനകത്ത് വിശ്വാസത്തിൻ്റെ എലമെൻ്റ് ഉണ്ട്. അവരൊരു സമാധി സ്ഥലം ഉണ്ടാക്കി, അവരുടെ ഹിന്ദു മത വിശ്വാസപ്രകാരം അവരൊരു സമാധി അടങ്ങുക എന്ന് പറയുന്ന ആ ഒരു ആചാര്യന്മാർ ചെയ്യുന്നത് പോലെ ഒരു സമാധിസ്ഥനാക്കി ഒരാളെ വെച്ചത് പൊളിക്കുന്നതിനകത്ത് ഒരു റിലീജിയസ് എലമെൻ്റ് കൂടിയുണ്ട്. അത്തരം ഒരു കാര്യത്തിൽ ഇടപെടുമ്പോൾ കാണിക്കേണ്ടുന്ന ഒരു അവധാനത ജില്ലാ കളക്ടർ കാണിച്ചില്ല എന്നാണ് നമ്മൾ വീഡിയോയിൽ പറഞ്ഞത്. നിങ്ങൾക്ക് ആ പേരൻസിനെ, ആ സ്ത്രീയെ വിളിക്കാം, എന്നിട്ട് പറയുന്നു, അമ്മേ ഇങ്ങനെയാണ്, ഇതൊരു പരാതിയുണ്ട്, നമ്മുടെ നാട്ടിലെ നിയമം ഇങ്ങനെയാണ്, നമുക്കത് ചെയ്യാതെ മാർഗമില്ല എന്നൊക്കെ പറഞ്ഞ് ഇവരെ ഒന്ന് സ്വാന്തനിപ്പിക്കുക. എന്നിട്ട് പറയുക, നോക്കിയിട്ട് പരിശോധിച്ചിട്ട് കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഈ കല്ലറ ഇതേപോലെ തന്നെ ഉണ്ടാക്കി തരാം കേട്ടോ. ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലേ കൺവിൻസ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരു പരാതി ആരോ പറഞ്ഞു എന്ന് കേട്ട് പോലീസിനെ വിട്ട് അവരെ വലിച്ചിഴച്ച് ബലം പ്രയോഗിച്ച് കൊണ്ടുപോകാൻ കാണിച്ച ഒരു അധികാര പ്രകടനമുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ വിമർശിച്ചത്. പ്രൊസീജിയറുകൾ പാലിച്ചിട്ടില്ല. ആ പ്രൊസീജിയർ പാലിക്കുന്ന കാര്യത്തിൽ ജില്ലാ കളക്ടർക്ക് വീഴ്ച വരുത്തി എന്നാണ് ABC ഇന്നലത്തെ വീഡിയോയിൽ ആക്ഷേപിച്ചത്. അപ്പോൾ അത് നമ്മൾ നോക്കൂ, അത് 3 മണിയായപ്പോഴത്തേക്ക് നിർത്തിവെച്ചല്ലോ. SDM നോട്ടീസ് കൊടുത്തു, സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ആദ്യമായിട്ട് ആ വീട്ടുകാർക്ക് നോട്ടീസ് കൊടുത്തു. അതാണ് ഞാൻ പറയുന്നത്, ഒരാളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ മതിയായ കാരണമുണ്ട്, വാറണ്ട് വേണം എന്നൊക്കെ പറയുന്ന പോലെ ഒരാളുടെ പ്രോപ്പർട്ടിയിൽ എൻക്രോച്ച് ചെയ്ത് അത് പൊളിക്കുമ്പോൾ, പ്രത്യേകിച്ചും റിലീജിയസ് ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ചെയ്യുമ്പോൾ നോട്ടീസ് കൊടുക്കുന്നത്, അവരെ സംസാരിച്ച് കൺവിൻസ് ചെയ്യിക്കുന്ന ഒക്കെ കാര്യത്തിൽ ജില്ലാ ഭരണകൂടത്തിന് കളക്ടർക്ക് ഗുരുതരമായ വീഴ്ച വന്നിട്ടുണ്ട്. അത് അവർ അഡ്മിറ്റ് ചെയ്തു. അതുകൊണ്ടാണ് ഇന്നലെ അത് നിർത്തിവെക്കുകയും നോട്ടീസ് കൊടുക്കുകയും ചെയ്തു. നമ്മളത് പൊളിക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല. പൊളിക്കണം, പരാതി ഉണ്ടെങ്കിൽ പരിശോധിക്കുകയും വേണം. ഇനി പരിശോധന നടത്തിയിട്ട് ഒരു കൊലപാതകമാണെന്ന് കണ്ടാൽ ശിക്ഷിക്കണം. കൊലപാതകമല്ല, സ്വാഭാവിക മരണമാണ് എന്ന് കണ്ടാൽ എന്തു ചെയ്യും? അത് വലിയ ചോദ്യമാണ്. പൊളിച്ചത്, ഒരു മൃതദേഹത്തെ അപമാനിച്ചത്, ഒരു കല്ലറ പൊളിച്ച് അവരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തിയതിന് ആര് സമാധാനം പറയും? അയൽക്കാരൻ കൊടുത്ത വ്യാജ പരാതിയുടെ പേരിൽ ഇങ്ങനെ ഒരു ജില്ലാ ഭരണകൂടം ചെയ്യാൻ തുടങ്ങിയാൽ നാട്ടിലെ എല്ലാ കല്ലറയും പൊളിക്കേണ്ടി വരും. നമ്മുടെ ഒരു ഔസേപ്പച്ചൻ മരിച്ചുപോയി, മക്കൾ കൊണ്ടടക്കി, അയൽക്കാരൻ പറയും എനിക്ക് ഔസേപ്പച്ചൻ്റെ മരണത്തിൽ പരാതി ഉണ്ടെന്നും പറഞ്ഞൊരു പെറ്റീഷൻ എഴുതി കൊടുത്താൽ ജില്ലാ കളക്ടർ കല്ലറ പൊളിക്കുമോ? ഇല്ലല്ലോ.
അല്ലെങ്കിൽ പൊളിക്കുകയാണെങ്കിൽ അങ്ങനെ പൊളിക്കേണ്ടി വരും. പിന്നെ സമാധി ഇരിക്കുന്നത് എന്ന് പറയുന്നത് വലിയ തെറ്റാണെങ്കിൽ നിങ്ങൾ ചട്ടമ്പി സ്വാമിയുടെ കല്ലറ പൊളിക്കും, വർക്കലയിൽ പോയി ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരുദേവൻ ഇരിപ്പുണ്ട്, ആ കല്ലറ പൊളിക്കുമോ? അപ്പോൾ ഇതിനകത്ത് അങ്ങനത്തെ പ്രശ്നം, ഇതൊരു വൈഡർ ആസ്പെക്റ്റിൽ ഇതിനകത്ത് ചില എലമെൻറ്റ്സ് ഉണ്ട്. പ്രൊസീജിയറൽ ഇറഗുലാരിറ്റീസ്, ലാപ്സസ്, നടപടിക്രമങ്ങളിലെ വീഴ്ച ജില്ലാ കളക്ടർക്ക് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണിത് വിവാദമായത്. അതുകൊണ്ടാണ് ഇത് അപ്രിയ സത്യങ്ങൾ പറയാൻ ആളുകൾക്ക് ഭയമാണ്. കാരണം വെള്ളത്തിൽ ഒഴുക്കിനൊത്ത് പോകാനാണ് എല്ലാവർക്കും ഇഷ്ടം. ഹിന്ദുമത വിശ്വാസികളായ ആളുകൾ പോലും നമ്മളെന്തിനെ കുറ്റം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എല്ലാവരും തല്ലിക്കൊന്ന് കുഴിച്ചിട്ടാൽ എന്ത് ചെയ്യും? എല്ലാവരും തല്ലിക്കൊന്ന് കുഴിച്ചിടുമൊന്നുമില്ല സാർ. എനിക്ക് എന്താ നല്ല ബോധ്യമുണ്ട്, എൻ്റെ മക്കൾ എന്നെ തല്ലിക്കൊന്ന് കുഴിച്ചിടാമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നമുക്കോരോരുത്തർക്കും ഓരോ ബോധ്യമുണ്ടല്ലോ. അത് നമ്മുടെ ഒരു ജീവിത രീതി, നമ്മുടെ മക്കളും നമ്മുടെ കുടുംബവും വളരുന്ന സാഹചര്യം കൂടെ ആശ്രയിച്ചിട്ടാണ് ഇതേ അനുഭവം എല്ലായിടത്തും വരുമോ എന്ന് ചോദിക്കുന്നത്. ഒരു ഒറ്റപ്പെട്ട കേസുകളാണ്. അച്ഛനമ്മമാരെ തല്ലിക്കൊല്ലുന്ന അല്ലെങ്കിൽ തല്ലുന്ന, ഉപദ്രവിക്കുന്ന, ഉപേക്ഷിക്കുന്ന മക്കളുണ്ട്. എന്നാൽ എല്ലാ മക്കളും അങ്ങനെയാണോ? അല്ലല്ലോ. അപ്പോൾ ഒരു എക്സെപ്ഷണൽ കേസ് എടുത്തിട്ട് അതിനെ ജനറലൈസ് ചെയ്യാൻ ശ്രമിക്കരുത്. അപ്പോൾ ഇന്നലെ അവിടെ സംഭവിച്ചത് ജില്ലാ ഭരണകൂടം കാണിച്ച ഗുരുതരമായ നടപടിക്രമങ്ങളിലെ വീഴ്ച നമ്മൾ ചൂണ്ടിക്കാട്ടി. നമ്മളെ കല്ലറ പൊളിക്കുക, ആ വീഡിയോ മുഴുവൻ കേട്ടവർക്കറിയാം. അത് അവരെ ഒന്നാമത് അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. ഇത് ഇങ്ങനെയാണ്, പരാതി കിട്ടി, നിയമപ്രകാരം പരാതി കിട്ടിയാൽ ഇങ്ങനെ ചെയ്യാതെ തരമില്ല അമ്മേ, ഞങ്ങൾ വഴിയുണ്ടാക്കാം. ഇത് കഴിഞ്ഞിട്ട് പരിശോധന നടന്നിട്ട് കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഇതേപോലെ തന്നെ പണിത് തരാം എന്നൊരു ഭംഗി വാക്കെങ്കിലും പറഞ്ഞുകൂടെ? അതുണ്ടായില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ അതിനെ മർമ്മത്തി കൊണ്ടു. അതുകൊണ്ടാണ് നമ്മൾ രാവിലെ 11 മണിക്ക് വീഡിയോ ചെയ്തു. ആ വീഡിയോ 1,00,000-ഓളം ആളുകൾ കണ്ടു. ഉച്ച കഴിഞ്ഞപ്പോൾ ജില്ലാ ഭരണകൂടത്തിന് ആ തീരുമാനം മാറ്റേണ്ടി വന്നു എന്ന് മാത്രമല്ല, മാറ്റിവെക്കാൻ നമ്മൾ പറഞ്ഞില്ല. നമ്മൾ പറഞ്ഞ പോലെ നടപടിക്രമങ്ങൾ പാലിച്ച് അവർക്ക് ആദ്യമേ നോട്ടീസ് കൊടുത്തു. അവരുടെ പാവങ്ങളാണ്, അവർക്ക് വേറെ വല്ല ഇത്തിരി കാശുള്ളവരും സ്വാധീനമുള്ളവരാണ്, അവർ ഹൈക്കോടതി പോയനെ. അപ്പോൾ ഇന്നലെ SDM പറഞ്ഞത് ഞാൻ കേട്ടു, അവർക്ക് വേണമെങ്കിൽ നിയമ നടപടി സ്വീകരിക്കാനുള്ള സാവകാശം കൂടി തരുന്നുണ്ട്. ഈ ബുദ്ധി എന്താ ഒരു ദിവസം മുമ്പ് അല്ലെങ്കിൽ ഒരു 4 മണിക്കൂർ മുമ്പ് തോന്നാതിരുന്നത്? അതിനകത്തൊരു ഇൻസൾട്ടുണ്ട്. അതിനകത്തൊരു ദുർബലരായ ഒരു ഹിന്ദുമത വിശ്വാസികളായതുകൊണ്ട് അതൊന്നും ആരും ചോദിക്കാനില്ല എന്ന് വരുന്നൊരവസ്ഥയാണ്. ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന ഈ നടപടിക്രമങ്ങൾ പാലിക്കാതിരുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഹിന്ദുമത വിശ്വാസികളോട് എനിക്ക് പറയാനുള്ളത്, നാളെ നിങ്ങളുടെ വീട്ടിലെ സർപ്പപ്രതിഷ്ഠ പൊളിക്കാനും ആൾ വരും. നിങ്ങളുടെ വീട്ടിലൊരു അമ്പലമുണ്ട്, അത് പൊളിക്കാനും ആൾ വരും. കാരണം ഇത്തരം ഓരോ അലിഗേഷൻസ് ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊരു ന്യായമുണ്ടല്ലോ. അതിനിപ്പോൾ എന്താ, പൊളിച്ചാൽ എന്താ എന്ന് കരുതുന്നിടത്ത് അതിന് നമ്മൾ വഴങ്ങിക്കൊടുത്താൽ ഒരുപാട് പ്രശ്നമുണ്ട്. നടപടിക്രമങ്ങളെല്ലാം പാലിക്കണം. പൊളിക്കേണ്ടതാണെങ്കിൽ പൊളിക്കണം, പക്ഷേ ഡ്യൂ കോഴ്സിലായിരിക്കണം. വേണ്ടേ? അതാണ് നമ്മൾ പറഞ്ഞത്. അതിനകത്ത് എവിടെയാണ് തെറ്റുള്ളത്? അതിനെന്തിനാണ് ധന്യയ്ക്ക് പരാതി? എനിക്ക് പരാതിയില്ല സാർ, പക്ഷേ ഇത് മറ്റുള്ളവർ ചൂഷണം ചെയ്യില്ലേ എന്നുള്ളതാണ്. പക്ഷേ നേരെ തിരിച്ചു ചോദിക്കട്ടെ, ഇത്തരം ഒരു സംഭവം അങ്ങ് പൊളിച്ച് നമ്മൾ 2 തരം കേസുകളുണ്ട്. സിവിൽ കേസുണ്ട്, ക്രിമിനൽ കേസുണ്ട്. സിവിൽ കേസ് കൊടുക്കാനായിട്ട് ലിമിറ്റേഷൻ പീരീഡ് ഉണ്ട്. ഇത്ര വർഷത്തിനുള്ളിൽ പെറ്റീഷൻ കൊടുത്തിരിക്കണം. ക്രിമിനൽ കേസിനില്ല. ഒരു 50 വർഷം മുമ്പ് നടന്ന കേസും ഇന്ന് പുതിയ പരാതി കൊടുത്താൽ അന്വേഷിക്കാം. ലിമിറ്റേഷൻ ഇല്ല ക്രിമിനൽ കേസിന്. ഒരു 25 വർഷം മുമ്പ് സമാധിസ്ഥനായ ഒരു ഗുരുവിൻ്റെ, ഒരു സന്യാസി വര്യൻ്റെ സമാധിസ്ഥലം ഒരാൾ കൊണ്ട്, ഒരു വേറെ അന്യമതസ്ഥനാണെന്നിരിക്കട്ടെ പറയുകയാണ്, ആ ഗുരുവിനെ അന്ന് കൊന്നതാണ്, എന്നിട്ട് ശിഷ്യന്മാരെല്ലാം കൂടെ സമാധിയായിട്ടിരുത്തിയതാണ്, പൊളിക്കണം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ജില്ലാ കളക്ടർ ഇതേ ആവേശത്തിൽ പോലീസിനെ വിട്ട് പൊളിക്കാൻ പറയുമോ? പൊളിക്കാൻ പറഞ്ഞാൽ അതൊരു തെറ്റായ കീഴ്വഴക്കാണ്. സമാധി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആചാര്യന്മാർ എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ള ജീവിതം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള ഒരു ചര്യയാണ്. ചര്യ, ആചാരമല്ല, ഒരു ചര്യ. ആ ചര്യയെ നിഷേധിക്കാൻ നിങ്ങൾക്ക് എന്താ അവകാശം? നമ്മുടെ നാട്ടിൽ ഉടനെ പറയാമെന്ന് പറയുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ ദയാവധം അനുവദിച്ചത്. ദയാവധമല്ലല്ലോ, ഒരാൾ സ്വയം ജീവിതം അവസാനിപ്പിക്കാൻ. നേരത്തെ ആത്മഹത്യാ കുറ്റം ഉണ്ടായിരുന്നു, സുപ്രീം കോടതി എടുത്തു കളഞ്ഞല്ലോ ആത്മഹത്യാ കുറ്റം. നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യാൻ വേണമെങ്കിൽ അത് നിങ്ങളുടെ റൈറ്റാണ്, സുപ്രീം കോടതി പറഞ്ഞു. അതുകൊണ്ടല്ലേ നേരത്തെ ആത്മഹത്യ ചെയ്യുമ്പോൾ 308 ആയിരുന്നു കേസെടുക്കുക. ആത്മഹത്യ ചെയ്യാൻ ഒരുത്തൻ കെട്ടിത്തൂങ്ങാൻ ഫാനെ കുടുക്കിട്ട് ഫാൻ പൊട്ടി വീണ അവൻ്റെ നടുവൊടിഞ്ഞ് പിറ്റേ ആഴ്ച അവൻ ജയിലിലും പോകുമായിരുന്നു. ആ നിയമം സുപ്രീം കോടതി എടുത്തു കളഞ്ഞില്ലേ? അപ്പോൾ ഇതിനകത്ത് നടപടിക്രമങ്ങളിലെ വീഴ്ചയെ നമ്മൾ വിമർശിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു കത്തി നിരോധിക്കാൻ പറ്റുമോ? നിരോധിക്കണം. കത്തി നിരോധിക്കാം. കത്തി കയ്യിലുണ്ടെങ്കിൽ കൊലപാതകം നടക്കും. നിങ്ങൾക്ക് ആപ്പിൾ മുറിക്കാം, കത്തി മുറിക്കാം. ഇതേ കത്തി കൊണ്ട് തന്നെയാണ് മനുഷ്യൻ്റെ ജീവൻ രക്ഷപ്പെടുത്താനുള്ള ശസ്ത്രക്രിയ നടത്തുന്നത്. അതുകൊണ്ട് കത്തി അങ്ങ് നിരോധിക്കണം എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ഒരാൾ ഒരു വിശ്വാസപ്രകാരം സമാധി പോകണമെങ്കിൽ അല്ല, സമാധിക്ക് പോട്ടെന്നേ, എന്താ കുഴപ്പം?
ഞാനങ്ങ് തീരുമാനിക്കുക, എനിക്ക് ജീവിതം മടുത്തു, ഞാൻ ജീവത്യാഗം ചെയ്യാൻ തീരുമാനിച്ചു, ഞാൻ സമാധിയിലേക്ക് പോവുകയാണ്. ഞാൻ അങ്ങനെ സമാധിയിലേക്ക് പോയാൽ എൻ്റെ മക്കളെയും എൻ്റെ ഭാര്യയും ജയിലിലടക്കണോ? അവരെൻ്റെ കഴുത്തിന് പിടിച്ച് ഞെക്കിക്കൊന്ന് എന്നെ സമാധിയിലേക്ക് വിട്ടാൽ അവരെ ശിക്ഷിക്കാം. പണ്ടൊരു അമ്മാവൻ്റെ കഥയുണ്ടായിരുന്നേ. അമ്മാവൻ ഭയങ്കര ദുഷ്ടനായ അമ്മാവൻ എല്ലാ കൂട്ടത്തിലുള്ളവരെല്ലാം ഉപദ്രവിക്കുമായിരുന്നു. അമ്മാവൻ അവസാനം പറഞ്ഞു, എടാവേ ഞാൻ ഒരു കാര്യം ചെയ്യ്. അപ്പോൾ അമ്മാവൻ മരിക്കുകയാണ്. അമ്മാവൻ ഈ അനന്തരന്മാരെയൊക്കെ ഉപദ്രവിച്ചതിന് കയ്യും കണക്കുമില്ല. അമ്മാവൻ പറഞ്ഞു, ഞാൻ മരിക്കാൻ പോവുകയാണ്, എൻ്റെ ഒരു അവസാനത്തെ ആഗ്രഹമുണ്ട്, ഞാൻ മരിച്ചു കഴിയുമ്പോൾ നിങ്ങൾ എൻ്റെ താഴെക്കൂടി ഒരു പാര കയറ്റിയിട്ട് എന്നെ ജംഗ്ഷനിൽ കൊണ്ടുവെക്കണം എന്ന് പറഞ്ഞു. മരിച്ചു കഴിഞ്ഞപ്പോൾ പാവപ്പെട്ട വിഡ്ഢികളായ അനന്തരവന്മാർ പാര കയറ്റിയിട്ട് ജംഗ്ഷനിൽ കൊണ്ടുവച്ചു. എന്താ സംഭവിച്ചത്? അനന്തരവന്മാർ ജയിലിൽ പോയി. അപ്പോൾ ചത്ത് കഴിഞ്ഞ് അമ്മാവൻ അനന്തരവന്മാർക്ക് പണി കൊടുത്തു എന്ന് പറയുന്ന പോലെയായി. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുന്നവരും ഉണ്ടായിരിക്കാം, പക്ഷെ അതൊന്നും ജനറലൈസ് ചെയ്യരുത്. അപ്പോൾ ഇതിനകത്ത് ഒരാൾക്ക് ജീവിതം അവസാനിപ്പിക്കാനുമെങ്കിൽ സ്വമേധയാ അവസാനിപ്പിക്കാൻ നമ്മുടെ രാജ്യത്ത് നിയമം അനുമതി നൽകുന്നുള്ളത് കൊണ്ടാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം ഇല്ലാതായത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തിന് ഈ കല്ലറ പൊളിക്കേണ്ടിയിരുന്നു? പിന്നെ അന്വേഷണം നടക്കട്ടെ, അന്വേഷണം അതിൻ്റെ നിയമാനുസൃതമായ വഴിയിൽ നടക്കട്ടെ. തീർച്ചയായിട്ടും.